ഇതിപ്പോൾ എന്താ പറയുക, കാഴ്ചക്കാർക്ക് ഒരു സന്ദർശനം, ഒരു സൂര്യകാന്തി പറഞ്ഞാൽ ഗുണ്ടൽപേട്ടയും തമിഴ്നാടൊക്കെ പോണത് കാണണമെങ്കിൽ അത് കാണാതിരിക്കാൻ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് 10 രൂപ 20 രൂപ 30 രൂപയൊക്കെ മുടക്കിയാണ്ടൊന്ന് വന്നുകാണ്ട് സന്ദർശിച്ച് കുട്ടികൾക്കും മറ്റൊക്കെ ഒക്കെ ഫോട്ടോ എടുത്ത് പോകാനുള്ള പരിപാടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കൃഷി ആയിട്ട് നമുക്കിത് വിജയിക്കൂല. കൃഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൃഷി നമുക്കിവിടെ എങ്ങനെ മുതലാവില്ല. കൃഷി പറഞ്ഞാൽ കൂലിച്ചെലവ് കൂടുതലാണ്. കൂലിച്ചെലവ് പറഞ്ഞാൽ ഇവിടെ 300, 700, 800 ഒക്കെ കൂലി എടുത്തിട്ട് നമ്മളെ കൊണ്ട് ഇവിടെ കൂലി അയച്ചാൽ ഒക്കൂല. അപ്പോൾ അത് ഈ നിലക്കാണ് ഈ കാഴ്ചക്കാർ മാത്രം സന്ദർശനത്തിന് മാത്രമല്ല പരിപാടിക്ക് അത് പറ്റുള്ളൂ. അപ്പോൾ ആ നിലക്കാണ് ഞങ്ങൾ തെറ്റിക്കണം. അപ്പോൾ ഞങ്ങൾ ചെറിയ സ്ഥലം കിട്ടിയപ്പോൾ പാട്ടത്തിന് കിട്ടിയപ്പോൾ കുറച്ചൊക്കെ JCB കണ്ടമാനം പൈസ ചിലവാക്കിയാണ് അത് കിട്ടിക്കൊടുത്ത് അങ്ങനെ കൊടുത്തത്. ഈ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. നമ്മൾ ചിലവൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അതുവരെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ്, അല്ലാതെ കൃഷിയായിട്ടൊന്നും മുതലാവില്ല. കൃഷി നടത്തിയിട്ട് കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ. പിന്നെ ഇത് നല്ല റിസ്ക്കാണ്. വെള്ളം നല്ലോണം വേണം. വെള്ളം നല്ലോണം എല്ലാ സ്ഥലത്ത് ഇത് അടിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നല്ല നനവ് വേണം. മഴ കൂടുതൽ പറ്റൂല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കൃഷിൻ്റെ വകുപ്പ്. വിത്ത് നമ്മൾ തമിഴ്നാട് പോയിട്ട് പഴനിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പഴനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഗുണ്ടൽപേട്ട കൊണ്ടുവന്നിട്ട് അവിടെ ഓഫീസിൽ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. വിത്തിന് 2000-ന് മുകളിൽ വില വരും ഒരു കിലോന് ഹൈബ്രിഡ് വിത്ത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ. അല്ല അപ്പോൾ ഇത് കൃഷിയായിട്ട് ഒരാൾക്ക് ചെയ്തിട്ട് ഇവിടെ 10 രൂപ അതിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ സന്ദർശനത്തിന് മുകളിൽ ആരെങ്കിലും വന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമല്ല, മഴ നല്ലോണം പെയ്യുകയാണെങ്കിൽ മുതൽ മുഴുവൻ പോയി. അത്രയും ഇപ്പം ഇതിൻ്റെ കാര്യമുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെക്കുക, കിട്ടിയാൽ കിട്ടി, അത്ര മാത്രമേ. അതാണ് കാര്യമായിട്ടുള്ളത്. പാരാമെഡിക്കൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാൻ ഇനി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവേണ്ടതില്ല. 1 ദശാബ്ദമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ റിബ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടുമായി പുതിയ ജോലി സാധ്യതകൾ തുറക്കുന്നു. പാരാമെഡിക്കൽ മേഖലയിൽ +2 പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും UGC AIU അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലർ ഡിഗ്രി കോഴ്സുകളായ ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, മെഡിക്കൽ ലാബ് ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡിപ്ലോമ കോഴ്സുകളായ മെഡിക്കൽ ലാബ് ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, പേഷ്യന്റ് കെയർ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നിവയും പഠിക്കാം. കൂടാതെ കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന കോഴ്സുകളായ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ്, ആയുർവേദ പഞ്ചകർമ്മ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, മാർഷ്യൽ ആർട്സ്, യോഗ തുടങ്ങിയ കോഴ്സുകളും ഡോക്ടർ റിബ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നു. ഡോക്ടർ റിബ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്.